തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കരുളായി ഗ്രാമപഞ്ചായത്തിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കരുളായിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്തു. കൺവെൻഷനിൽ കക്കോടൻ നാസർ അധ്യക്ഷത വഹിച്ചു. തികഞ്ഞ ആത്മവിശ്വാസം UDFിനുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തില് എതിരാളികൾ പോലും സമ്മതിച്ച അഴിമതി രഹിത ഭരണം കാഴ്ചവെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സർക്കാരിന്റെ ഓരോ വർഷ അവസാനങ്ങളിലും സാമ്പത്തിക വർഷത്തിലൊക്കെയാണ് ഒന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി ഒരു ഗവൺമെന്റ് മിഷനിൽ തന്നെ ആ വാർഡിൽ പ്രവർത്തിച്ചിട്ടും അതിനു മുമ്പ് വിജയിച്ചതിനേക്കാളും ഭൂരിപക്ഷത്തോടു കൂടി പ്രിയപ്പെട്ട ഞങ്ങളുടെ സുന്ദരേട്ടൻ ആ വാർഡിൽ ജയിക്കാൻ കഴിയും. പക്ഷെ വീണ്ടും അദ്ദേഹത്തിന്റെ വിജയാന ശേഷം അതേ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏകദേശം 8 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, കാരണം UDFിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും വോട്ട് ലഭിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. അവസ്ഥയിലൂടെ കടന്നു പോകും. എവിടെ നോക്കിയാലും പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ കരുളായി പഞ്ചായത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, മുണ്ടക്കടവിലും പുലിമുണ്ടയിലുമൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ആദിവാസികൾ കഴിയാൻ തുടങ്ങിയിട്ട് വർഷമാറായി. ഒരു പരിഹാരവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. 100 ചില്ലാനം കുടുംബങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുന്ന ഒരു കാലത്തു കൂടിയാണ് അതിദരിദ്രനില്ലാത്ത സംസ്ഥാനമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയുന്നു. ആരോഗ്യരംഗത്ത് നമ്മൾ 1-ാം സ്ഥാനത്താണ് എന്ന് മേനി നടിച്ച് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ 5,91,000 മഞ്ഞ കാർഡുള്ള AY കാർഡുള്ള ആളുകളുണ്ട്. സൗജന്യ റേഷൻ കിട്ടും. ഇപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എല്ലാവരും സമ്പന്നരാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ആ പാവങ്ങൾക്ക് കിട്ടുന്ന അരി പോലും, സൗജന്യ റേഷൻ പോലും കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കാൻ പോകും. കേന്ദ്രം അവിടെ ദരിദ്രരില്ലല്ലോ, പിന്നെ എന്തിനാണ് AY കാർഡ് എന്ന് ചോദിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ രംഗത്ത് ഇത്രമാത്രം ഇപ്പൊ എനിക്കും ഇസ്മായിൽ ഇക്ബാലിനും ഏറ്റവും വിളി വരുന്നത് എന്താ? ആ ഫിറോസ് കുന്നുംപറമ്പിലൊരു ഡേറ്റ് കിട്ടണം, അതല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഷമീറിന്റെ ഡേറ്റ് കിട്ടണം, അല്ല മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തു അതൊന്ന് പാസ്സാക്കി കിട്ടണമെന്നല്ല, അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തു, കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തു, ഒരു സഹായം വേണം എന്നല്ല. ഫിറോസ് കുന്നുംപറമ്പിലെ അഡ്വക്കേറ്റ് ഷമീറിന്റെ ഡേറ്റ് കിട്ടാൻ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിനു മുൻപ് 9.5 വർഷം മുൻപ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും ആര്യാടൻ മുഹമ്മദും ഒക്കെ മന്ത്രിമാരായിരുന്ന ക്യാബിനറ്റ്. മുഹമ്മദ്, രഹന, വിജയരാജൻ, ഷീജ, സാജിദ, ഉസ്മാൻ, അയ്യൂബ്, മാധവൻ, വിപിൻ, TP സിദ്ദീഖ്, TP സിദ്ദീഖ്, സാജിദ, സെലീന ടീച്ചർ, റഫീഖ്, ഖദീജ അടക്കം 17 പഞ്ചായത്ത് മെമ്പർമാരായി. 17 പേര്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഇവർ പഞ്ചായത്ത് മെമ്പർമാരായാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം മാത്രമായിരിക്കില്ല നിങ്ങളുടെ വാർഡിലേക്ക് കൊണ്ടുവരിക, സർക്കാരിൽ നിന്ന് കിട്ടുന്ന വിഹിതം കൂടി കൊണ്ടുവരാൻ ആര്യാടൻ ചുരുക്കത്ത് അവരുടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരും. അപ്പോ സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ, നിരവധിയായ ആളുകൾ, കഴിവുള്ള ആളുകൾ, നിരവധിയായ ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ വിജയിപ്പിച്ച് ബഹുഭൂരിപക്ഷത്തോടെ ഒരു UDFിന്റെ ഭരണസമിതി കൊണ്ടുവരുന്ന, അത് കഴിഞ്ഞിട്ടുള്ള വലിയ ആഹ്ലാദ പ്രകടനത്തിലേക്ക് കൂടി
എന്നെ കൂടി ക്ഷണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മുസ്ലിം ലീഗ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രിയപ്പെട്ട നാസർ, പുതുതായി ചാർജെടുത്ത കരുണാകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനീഷ്, വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഈ നാടിന്റെ വികസനത്തിനാണ്. പതിനേഴാം വാർഡിൽ നിന്നും ഖദീജ പറമ്പിൽ പീടിക പോയി കോണി അടയാളത്തിൽ മത്സരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മൈലമ്പാറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നു സുരേഷ് മാസ്റ്റർ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കരുണായി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത് ജയശ്രീ അഞ്ചേരിയൻ കോണി അടയാളത്തിൽ മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത് റൈഹാനത്ത് കുറുമാട് കോണി അടയാളത്തിൽ. MLA ആര്യടൻ ചോക്കത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യപ്രഭാഷണം നടത്തി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. CH ഇക്ബാൽ, അനീഷ് കരുളായി, റൈഹാനത്ത് കുർമാടൻ, TP സിദ്ദീഖ, സെയ്തലവി KT, സുരേഷ് ബാബു T, TP കരീം, ഷീബ പൂഴിക്കുത്ത, TP അയ്യൂബ് എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു. വിവിധ വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാനും കൂടുതൽ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിക്കാനും യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ കാല സംഭവങ്ങൾ മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇവിടെ പറഞ്ഞ ഒരുപാട് നേട്ടങ്ങൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടായാലും MP-മാരുടെ ഫണ്ടായാലും ഒക്കെ നടപ്പിലാക്കിയതിന്റെയൊക്കെ പുറമെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ നോക്കിക്കണ്ട ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2020 തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, സംസ്ഥാന ഗവൺമെന്റ് 2000 ഡിസംബർ മാസത്തിൽ ലൈഫ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് വേണ്ടി അപേക്ഷ എടുത്തു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരും ഭൂമിയും വീടും ഇല്ലാത്തവരും അപേക്ഷ കൊടുത്ത് ലിസ്റ്റ് തയ്യാറാക്കി പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം ഈ കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തോടു കൂടി ആ ലിസ്റ്റിലെ 568ഓളം പേർക്കും വീട് നൽകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിയുടെ ഈ സമൂഹത്തിനോടുള്ള ബാധ്യതയാണ്. അല്ലെങ്കിൽ ആ ഒരു KL71 ന്യൂസ് കരുളായി. അൽ നഹലിന്റെ ഫൈസൽക്ക, അൽ നഹൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഓർഡർ കൊടുത്താൽ മതി. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒരു എത്തിച്ചേരും.